എന്നാ ഇന്നൊന്ന് കറി വെക്കണ്ടേ ഉമ്മ? പ്രസവിച്ച കുഞ്ഞമ്മയില്ലേ ഇടാ, എന്നാ ഇന്ന് കറി വെച്ചാക്കി കൊടുക്കണ്ട്. ഓക്കൊന്നും ഇഷ്ടപ്പെടൂല, അതാ ഇപ്പം വിഷമം. തക്കാളിയും കുരുമുളകും ഉള്ളിയെല്ലാം ആക്കിയിട്ട് കറി വെച്ചാൽ പിന്നെ ഇഷ്ടപ്പെടും. മീനെല്ലാം വേണമെന്ന് അവൾ പറയുന്നു. ഒന്ന് വേണ്ട, മീനെല്ലാം ആക്കി കൊടുക്കണമെങ്കിൽ എനിക്ക് പേടിയാണ്. മീനെല്ലാം അങ്ങനെ ആക്കി കൊടുക്കൂല എന്നല്ലേ ഒരാൾ പറയുന്നു. ആലോചിക്കാം, അങ്ങനെ ആക്കി കൊടുക്കാം. ആ, ആരെ വിളിച്ചത്? ഓ, മോൻ വന്നു തോന്നല്ല. ഓ, ഇവനെന്ന് എപ്പോൾ വരുന്നു ഈ കുഞ്ഞിനെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്? മിനിയാന്നല്ലേ വന്നിനി, എപ്പോൾ ഇങ്ങനെ വരണ വന്നോണ്ടിരിക്കണം. ആ മോനെ, അമ്മയുടെ ഉണ്ട്, ഓളും കുഞ്ഞുണ്ട്, കുഞ്ഞിൻ്റെ അടുക്കല്ലത്. ആ, വാ വാ. അമ്മേ, അമ്മേ, ആരമ്മ ഇപ്പൊ ഒച്ചയായിട്ടത് ആടുന്ന്? ആരോ ഒച്ചയായിട്ടില്ല. ആരാമാ അത് അവിടെ വന്നത്? ഓ, കരള കുഞ്ഞാവേ, വാവോ, കരളാരല്ലേ? അമ്മേ, അമ്മേ, ആരാട് വന്നേ? ആരാട് വന്നിനമ്മേ? ഒച്ചൊന്നും ആക്കട്ടെ, ആരോ വിളിച്ച പോലെ. അമ്മേ, ആരമ്മ വന്നത്? എനിക്കൊന്നും തിരിയുന്നില്ലപ്പാ, എനിക്ക് എണീക്കാനും കഴിയുന്നില്ല. ആ, അമ്മ വരുന്നുണ്ട്. ആ, എന്നാ ശ്രുതി, നീ വിളിച്ചിട്ടോളെ? ആ, വിളിച്ചിട്ടമ്മേ. ആരാ അപ്പുറത്ത് വന്നത്? അതറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. കുറെ സമയം അപ്പുറത്ത് വിളിക്കുന്ന കേട്ടു. ആരാത്? അമ്മ കേട്ടി കണ്ടിട്ട് ആരാ വന്നിട്ട് കണ്ടിട്ടേ? അയിലാ നീ ഇത്ര അച്ഛ എടുത്തിട്ട് വിളിച്ചു പോവിനി? അത് അരിയാൻ വന്നിനി. ഓ, രണ്ടു മൂന്നോട്ടെ വിളിച്ചിട്ട് ഞാൻ വിളി കേട്ടിനി. നിങ്ങൾ അമ്മയും കുഞ്ഞും ആടെ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഓൻ ആടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒച്ച എടുത്തിട്ട് പോയിക്കൂടാ? ആടെന്നാ പറയട്ടെ, ഒരു പെറ്റ് കിടക്കുന്ന പെണ്ണിന്റെ ഒച്ച പുറത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ കേട്ടൂടാ കേട്ടാ. ആടെ അടങ്ങിയിരുന്നോ, അവരോട് പറയാ. അതല്ല, ഞാൻ കുറെ സമയം വിളിക്കുന്നത് കേട്ടു. അതുകൊണ്ട് അമ്മ കേട്ടിട്ടേ വിചാരിച്ചിട്ട് വിളിച്ചതാണ്. അമ്മേനെ വിളിച്ചതാണ്. ആ കേട്ടിട്ടെങ്കിലും അമ്മ ആരോ വന്നിട്ടുണ്ട് അറിയാന്ന് വെച്ചിട്ട് വിളിച്ചതാണ്. ഒച്ച എടുത്തിട്ടൊന്നുമില്ലല്ലോ, ആ പയ്യല്ലേ പറഞ്ഞിട്ടു. ഞാനും കുഞ്ഞിന് ഉറങ്ങുന്നല്ലോ ഉണ്ടായിനി. കുഞ്ഞി ഇതെല്ലാം ഇവിടെ ഉറങ്ങുന്നു, ഞാനും ഇവിടെ ഇരിക്കുവായിരുന്നേ. അന്നേരം എന്നാ പിന്നെ പറയാ, ഏട്ടനോട് വരാൻ പറയാറ ഇങ്ങോട്ട്. ആടെ ഇങ്ങനെ ഇരിക്കണ വന്നിട്ട്, കുഞ്ഞിനെ കാണുന്ന വെച്ച് വന്നല്ലേ. ഞാൻ വിളിക്കാം, ഞാൻ ഇരിക്കാം, വിളിക്കാം. ആ, അമ്മക്കെന്നാമാ ഒരു ദേഷ്യം. ഏട്ടന് എപ്പം വരുന്നില്ലല്ലോ. ആ, കഴിഞ്ഞ ആഴ്ച വന്നത് ശരി തന്നെപ്പാ. എന്നാലും ഉണ്ടാവും അമ്മക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ പാടുണ്ടാ? കുഞ്ഞിനെ കാണാൻ വരുന്നല്ലേപ്പാ. അവർക്കും ഉണ്ടാവില്ല അവരുടേതായ ഒരു വിഷമെല്ലാം ഉണ്ടാവില്ലേ, അതുകൊണ്ട് വരുന്നതായിരിക്കൂലേപ്പാ. ഓ, അമ്മക്കെന്തോ ദേഷ്യം തന്നെയാ തോന്നുന്നു. എന്തെങ്കിലും ഞാൻ ചോദിക്കുമ്പോ അമ്മക്ക് ദേഷ്യം തന്നെ വരുന്നത്. എന്നാ അമ്മ അങ്ങനെ? മോനെ, പോയിട്ടാ ഓള് വിളിക്കുന്നുണ്ട്. നീ എണീച്ചു, അമ്മയും മോള് എണീച്ചു, അവിടെ ഇരിക്കുന്നുണ്ട്, പോയി കണ്ടോ. ആ, ഓരെണീച്ചാ? കുഞ്ഞെണി അമ്മ എണീച്ചാ? ആ, സാരമില്ല, അതും പ്രശ്നമൊന്നുമില്ല. കുറേ സമയം ഇരുന്നാലും അവർ ഉറങ്ങുന്നോണ്ടല്ലേ, സാരമില്ല. എണീച്ചല്ല, ഒന്ന് കാണാൻ വരാം. ആ, അശ്വതി, കുറേ സമയം എണീച്ചിട്ട് അമ്മ ഞാൻ നേരത്തെ കുറച്ച് സമയം വന്നിട്ട് രണ്ടാളും ഉറങ്ങും. അമ്മയും കുഞ്ഞും ഉറങ്ങുന്നെന്ന് പറഞ്ഞുകൊണ്ടാ പിന്നെ അവിടെ ഇരുന്നിന്. എന്നാ ഒരേ ഇരിക്കല കടന്നൂടെ എനിക്ക് അറിയില്ല. എല്ലാവരും വരുന്നവർ പോകുന്നവരെല്ലാവരും പറയില്ല ഇങ്ങനെ ഇരിക്കുമ്പോ. കുഴപ്പമില്ല, ഇരിക്ക്. പിന്നെ എന്തിന്റെ വിശേഷമല്ല? ആ, ഞാനവിടെ ഇരിക്കാം. ഇല്ലട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഒരേ ഇരുത്തും ഇരിക്കുകയും ചെയ്യില്ല. ഒരേ ഇരുത്തൊന്നും എങ്ങനെ ഇരിക്കുകയും ചെയ്യില്ല. കിടക്കും, ഇടയ്ക്ക് ഇങ്ങനെ ക്ഷീണം, ഇങ്ങനെ ഒരേ കിടക്കുമ്പോൾ എന്തോ എനിക്കെന്തോ ക്ഷീണം പോലെ, അതുകൊണ്ട് ഇങ്ങനെ എണീച്ചിരിക്കും, അത്രേ ഇല്ലൂ. പിന്നെ വരുന്നവർ പോകുന്നവരെല്ലാം പറയുന്നത് കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. അവർ അധികം കടന്നാലും പറയും ചീത്ത, എന്തിനാ അധികം കിടക്കുന്നത്, ഇരുന്നാലും അതിനും പറയും. എല്ലാത്തിനും അവർക്ക് കുറ്റേ പറയാനില്ല. വെള്ളം കുടിച്ചൂടാ, വെള്ളം ഇട്ട് കുടിച്ചൂടാന്ന് പറയുന്നത്. വെള്ളവും കുടിച്ചൂടാ എന്നാന്ന് എന്തെല്ലോ ആ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ദേഷ്യം വരില്ല. ഇരുന്നിരുന്ന് മടുത്തു. ഇങ്ങനെ ഇവിടെ ഇരുന്നിരുന്ന് മടുത്തു, വല്ലാത്തൊരു ക്ഷീണം തന്നെയാണ്. എന്നാ ചെയ്യണ്ട്? പറയണ്ടപ്പാ, കയ്യില്ല, ക്ഷീണമായിട്ട്. ഒന്നാമത് ഇങ്ങനെ ഇരിക്കും കിടക്കുകയെന്നുകൊണ്ടാണ്. ഇവരെന്നാ അപ്പത്തെ പണിയെടുക്കുന്നേ? ഓ, ഇപ്പൊ കുറച്ച് സമയം പോയിട്ട് ഇന്ന് ആളെ കാണുന്നില്ലല്ലോ. കുറേ സമയമായി ഇങ്ങോട്ട് വരാത്ത. ഇന്ന് ഇവർ പണിയെടുക്കുന്നേ എപ്പോൾ ഒരു കാണാൻ വരില്ലാന്ന്, കുഞ്ഞിനെ കാണാൻ വരില്ലെന്ന് പറഞ്ഞിട്ട്. ആളും പറയില്ല, അയൽവക്കത്തില്ലവരെല്ലാം എന്നാ പറയലേ, വെച്ചിരിക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എപ്പോൾ ഓൻ കാണാൻ വരുന്നു പറയുമ്പോൾ എന്നെയല്ല എല്ലാവരും പറയലു.
ഈറ്റങ്ങളെല്ലാം കൊണ്ട് ഞാനുണ്ടല്ലോ ആ കഷ്ടപ്പെടുകയും ചെയ്യൂ. വിളിക്കട്ടെ ഞാനാ. ശരി, ചായ ആക്കിയിട്ടുണ്ടാ? ചായ കുടിക്കാൻ വാ. മോളാടെ കിടന്നോ കേട്ടോ. ചായ കുടിക്കാൻ വാ. വാ. ഈ അമ്മയിലെന്നെ കളിക്കുന്നാടുന്ന് കേട്ടില്ല. ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞതേ ഇല്ല. രണ്ട് വർത്താനായിരുന്നു പറഞ്ഞത്. അപ്പത്തേക്ക് കണ്ടില്ലേ വിളിച്ചിട്ട് പോന്ന്. അമ്മക്കെല്ലാം എന്തെന്നാണ് ഇങ്ങനെ അങ്ങ് പറയല്ല അമ്മ. ഇവനെന്നാ വരാത്തേ? വർത്താനം പറഞ്ഞിട്ട് മതിയാവുന്നില്ല എന്നൊന്നും രണ്ടാക്കും. എത്ര വർത്താനം പറഞ്ഞാലും മതിയാവൂല ഇവർക്ക്. ആള് പറയില്ല ആരും കൂടെ വന്നിട്ട് ഒന്നും വിചാരിക്കല്. അമ്മ അവര് പെറ്റ പെണ്ണിന്റെ അടുത്തേക്ക് ഓൻ എപ്പം വരുന്നു പറഞ്ഞാൽ അമ്മേനല്ലേ എല്ലാവരും പറയൂ. പോയിട്ട് വേണം അവളോട് രണ്ടെണ്ണം പറയാൻ വേണ്ടിയിട്ട്. രണ്ടെണ്ണം ഒന്ന് പറയണം എനിക്ക് എന്തായാലും. ഹരി മോനെ ചായ ഇതെല്ലാം വെച്ചിട്ട് വാ. വേബ തണിഞ്ഞോൂലേ ചായ? വേബ. ഓക്ക് രണ്ടെണ്ണത്തിന് കുറവുണ്ട്. പറയട്ടോ മക്കളോട്. അപ്പൊ അവരതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അത് അമ്മ വിളിക്കുന്ന അപ്പുറത്തുനിന്ന്. ഏട്ടപ്പോൾ ഒരു ചായ കുടിച്ചോ? ഇനി അല്ലെങ്കിൽ വിളിച്ചോണ്ട് നിൽക്കുമല്ല. ചായ തണിഞ്ഞോ കുടിച്ചോ. ഞാനിവിടെ ഇരിക്കാം. അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് അറിയായിരിക്കും. ഏട്ടനാ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അറിയായിരിക്കും. പോയി കുടിച്ചോ. എന്നാലും ഇരുന്നോ. ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞാലോ കേട്ടോ. ഞാൻ ഇരുന്നു. എണീക്കുമ്പോൾ അപ്പോഴത്തേക്കും എണീക്കുമായിരിക്കും. എനിക്ക് കണ്ടിട്ട് പോയിക്കോളാം കേട്ടോ. അമ്മ ഞാൻ വരുന്നത്. ഞാൻ പിന്നെ ഉറങ്ങിയിട്ടാ എണീക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഇരുന്നതാണ്. എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുറച്ച് സമയം പറഞ്ഞതാണ്. ചായ തന്നെ. ഓ അതെയാ. ഞാൻ വിചാരിച്ചു നീ എന്താ വിളിയേക്കാത്തത് വർത്താനം പറയുന്നുണ്ടായിനി. ചായ തടഞ്ഞ പിന്നെ കുടിക്കാനൊരു കൊണുണ്ടാവില്ല അവനായിരുന്നു. എന്താ ചായ കുടിച്ചോ? വാ അമ്മ ചായ തരാം. വലിയ ചൂടൊന്നുമില്ല, എന്നാലും ചൂടുണ്ടേ. വലിയ ചൂടില്ലാതെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് സുഖം തന്നെയല്ലേ? എന്തെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ കറി വെക്കാൻ സാധനങ്ങളെല്ലാം ഇല്ലേ? കറി വെക്കാൻ ആക്കിയുള്ള സാധനം ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടു തന്നെ. എന്നാലും ആ കഴിഞ്ഞ ചോദിച്ചിട്ട് ചോദിച്ചാൽ എന്തും കൊണ്ടെങ്കിൽ പറയണം. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ വാങ്ങിത്തരാട്ടാ. ഞാൻ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിക്കൊടുത്തരാം. അല്ലെങ്കിൽ എത്താൻ വേണ്ടി വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ മതി. ഞാൻ വണ്ടിയിൽ കൊടുത്തേക്കും ചെയ്യാം. എനിക്കിപ്പോൾ പോകണം, കുറച്ച് കഴിഞ്ഞാടി പോകണം. ഒരു അത്യാവശ്യം ഉണ്ടാകണം. പണിയെടുക്കുന്നവർക്ക് കുറച്ച് അത്യാവശ്യത്തിന് വിളിച്ച് പോകണം. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം എത്രക്കും വേണ്ടാത്തുണ്ടെങ്കിൽ ഇല്ലാത്തുണ്ടെങ്കിൽ എന്നോട് പറയണേ. ഞാൻ വാങ്ങിക്കൊണ്ട് വരുമോ അല്ലെങ്കിൽ വണ്ടി കഴിക്കുക ചെയ്യാം. ഒന്നും വേണ്ട പോലെ സാധനം ഉണ്ട്. സാധനം കഴിയുമ്പോൾ പറയാം. പിന്നെ വല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സാധനം കഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കോളൂ. മോനല്ലേ എപ്പോൾ വാങ്ങിത്തരുന്നു. വേണ്ടപ്പാ ഒന്നും വേണ്ട. സാധനമെല്ലാം ഉണ്ട് ഇവിടെ ഇപ്പം തൽക്കാലത്തേക്കെല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയാം. മോൻ കുടിക്കുക. ഒക്കെ എന്തെല്ലോ പണിയുണ്ട് അടുക്കളയിൽ. ഓളെ കുളിപ്പിച്ചിട്ട് ആളാളെ ഇരിക്കുകയല്ലേ. ചോറ് വെച്ച് കൊടുക്കാൻ ആവുന്നത്ര. എന്നാലും കറികൾ എന്തെങ്കിലും ആക്കണ്ടേ? ഒരു കറിയും കൂടെ ആക്കണം. അതുകൊണ്ട് പണിയുണ്ട് എനിക്ക് വേറെ. മോൻ ചാവിടിക്ക്. പോലായിട്ടാ. എന്നാ പിന്നെ പോട്. പിന്നെ കുഞ്ഞിനതാ. പിന്നെ കുഞ്ഞ് ഉറങ്ങിയിട്ടാണ് എടുത്തോ. പോയിട്ട് അവിടെ പണി ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാവില്ലേ? എന്നാ പോട്. പിന്നെ വന്നാൽ മതി. അപ്പം കുഞ്ഞിനെ എടുത്തോ. എന്നാ ശരി കേട്ടാ. മോളെ അമ്മ അടുക്ക പോയില്ലേ? അമ്മ അപ്പത്ത് കുറെ പഠിച്ച് പണിയുണ്ട് കേട്ടാ. നിങ്ങളുടെ ഇനി ഇരിക്കണ്ട കിടക്ക് കേട്ടാ. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. എനിക്ക് കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വന്നേ. എന്താ പറയല്ലേ? ഉണ്ടായിരിക്കും സംസാരിക്കാനുണ്ട് അമ്മേ. പിന്നെ അമ്മ എന്താന്ന് തിരക്കിട്ട് ചേട്ടനോട് പോയിക്കോ പറഞ്ഞിനി. പിന്നെ അമ്മക്ക് ഇവിടെ ഇരുന്ന് വർത്താനല്ലേ പറയുന്നത്. കുഞ്ഞിനെ കുഞ്ഞി ഉറങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞിനൊന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ.
പിന്നെ എന്നാ നമ്മ പിന്നെ വേഗം പോയിക്കോന്ന രീതിയിൽ പറഞ്ഞു. നമുക്കൊന്നും ദേഷ്യം ഉണ്ടായിട്ട് നിന്നിട്ട് ഒരു മുഖത്തൊന്നും ഒരു തുറച്ചുണ്ടായിട്ട് നമുക്ക് മുഖം എല്ലാം വൃത്തി കെട്ടി വല്ല തോന്നി എനിക്ക് പറയാക്കാൻ കഴിയില്ല. അത് അമ്മയോട് ചോദിച്ചേ. ഏട്ടൻ അത് വേഗം പോയത്. ഒരാഴ്ച ആയിട്ടിപ്പോൾ കുഞ്ഞിനെ കാണാതെ നിന്നാലോ? കുഞ്ഞിനെ കാണുന്നുണ്ടാവില്ലേ അമ്മ? ഒരാഗ്രഹം ഉണ്ടാവില്ലേ? അവരവരെ കുഞ്ഞിനെ കാണുന്ന ആൾക്കാരും ഉണ്ടാവില്ല, ഒരു മോഹം. അതുകൊണ്ടല്ലേ വന്നിട്ടുണ്ടാവില്ലേ? പിന്നെ എന്നാ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട് അല്ലെ? ഒന്ന് പറഞ്ഞിട്ടെങ്കിലും അമ്മ ഒരു മുഖത്ത് നല്ലോണം അത് കാണാൻ എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ അവിടെ നിന്ന് 2 വർത്താനം പറയുമ്പോഴത്തേക്കും അമ്മയോട് വിളിച്ചിട്ട് അതൊന്നും അങ്ങനെ എനിക്ക് നല്ലോണം മനസ്സിലായി. ഓ അപ്പം നീ എന്നെ ചോദ്യം ചെയ്യാനല്ല ആയല്ലേ? അപ്പോൾ ഓനോട് ഇരിക്കാത്തോണ്ട് നിനക്ക് വിഷമം. അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലവരെല്ലാം ചെന്നപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനെ എടുക്കാം. എപ്പോൾ ഇങ്ങനെ ഓൻ വന്ന് കഴിഞ്ഞാൽ ആളെന്ന് വിചാരിക്കല് ആൾക്കാർക്ക് അതൊന്നും പറയില്ല. എന്നോടേ പറയലൂ. നിനക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ അവൻ കുഞ്ഞിനെ നിന്നെ കണ്ടിട്ട് പോയി. പിന്നെ എന്താ നിന്നും വരേണ്ട ആവശ്യം? കഴിഞ്ഞ ആഴ്ച എന്നോട് അപ്പുറത്തെ സരളേച്ച് പറയുന്നത് എന്തെന്നാ ഈ പെറ്റ വീട്ടിൽ ഇങ്ങനെ ചെക്കൻ വന്നുകൊടുക്കേണ്ടത്. നിനക്ക് അങ്ങനത്തെ ബോധം ഉണ്ടാ? പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ അവരെ ഭർത്താവ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അത് മോശമാണ്. എനിക്കാണെങ്കിൽ മോശം ദോഷവും വരുന്നത്. നിനക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടു. നമ്മളപ്പുറത്തും ഇപ്പുറത്തും ഇല്ലവരുടെ വാക്കിന് വില കൊടുക്കണം. നമ്മളെ അവരല്ലേ പറയല്. ഓ അമ്മ ഇങ്ങനെ ഇരിക്കുന്ന മോളെടുത്ത് എപ്പം വരുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറ്റമൊക്കെ എന്നെ ഓൾ എന്നിട്ട് ചോദ്യം ചെയ്യേണ്ടിരുന്നേ. നമ്മയുടെ കഷ്ടപ്പെട്ടിട്ട് ചൂടുവെള്ളമാക്കി തരുന്നത്, കറി വെക്കുന്ന ആക്കുന്ന വെളിച്ചെണ്ണ അടി തരുന്നത്, കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആടുന്ന് വരുന്നത് നിന്റെ അടുത്തേക്ക് നോക്കാൻ. എന്നിട്ട് നീ എന്നെ പറയുന്നല്ലേ എനിക്ക് ഇത്രയും വേണ്ടു. നിന്റെ ഈ വർത്താനം എനിക്ക് വേണ്ടി. നിങ്ങൾക്ക് എപ്പോൾ നമ്മളെ കണ്ടുവിടാൻ പറ്റാത്ത വർത്താനം പറയുന്നേ. ഞാൻ എന്നാ ഓളോട് എനിക്ക് പറഞ്ഞിനി എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടെന്നല്ലേ പറഞ്ഞിട്ടു. പിന്നെന്താണ് നിനക്ക് ഇത്ര ഇത് എന്നോട് ചൂടാവാൻ വേണ്ടിയിട്ട്? ഓളെ വലിയ വർത്താനം പറയുന്നേ. നമ്മ ആടുന്ന പണിയും കളഞ്ഞിട്ടും കഷ്ടപ്പെട്ടിട്ടും വരുന്ന നിന്നെല്ലാം നോക്കാൻ വരുന്നത്. അന്നേരത്തേക്ക് നിന്റെ എല്ലാം വായിലെ വർത്താനം നമുക്ക് കേൾക്കണം. എൻ്റെ അമ്മേ ഞാനെന്നാ അമ്മയോട് പറയുന്നതിന് ഞാൻ അമ്മയോട് ഒന്നും പറഞ്ഞിട്ടല്ല. അമ്മയിൽ ഇപ്പം എന്നോട് എന്തെല്ലാം പറഞ്ഞ് ചൂടായിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചില്ലല്ലോ. എന്നാ ഏട്ടനോട് ദേഷ്യം കാണിച്ചിനി? ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞില്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതേ ഇല്ലൂ. ഏട്ടൻ സാധാരണ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതല്ലേ. കഴിഞ്ഞ ആഴ്ച വന്നതിന് ശരി തന്നെ. പക്ഷെ എന്നാലും ഏട്ടനും ഉണ്ടാവില്ലേ കുഞ്ഞിനെ കാണാനൊരു ഇതെന്ന് വിചാരിച്ച് വന്നതായിരിക്കും. ഏട്ടനോട് ഇനി അമ്മ വേഗം പറയുന്നത് കേട്ടു. ചായ കുടിക്കുന്നിട്ടെന്ന് പറയുന്നത് കേട്ടു. എനിക്ക് കുറേ പണിയെല്ലാം ഉണ്ട്. ഏട്ടന് വേഗം പോകേണ്ട രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ അമ്മ പറഞ്ഞത്. അതുപോലെ ഏട്ടൻ വേണ്ടി വർത്താനം പറയുമ്പോൾ അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പം അമ്മയുടെ വർത്താനം നിനക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. സത്യം അപ്പുറത്തും ഇപ്പുറത്ത് പറയുന്നവർ കേട്ടിട്ട് അതെല്ലാം ചെയ്യണ്ടേ? സ്വന്തം കുഞ്ഞിനെ കാണാൻ വരുന്നതിന് എന്ന് തെറ്റില്ല നമ്മെ. ഈ പാട്ടം വന്നിരുന്നു വെച്ചാൽ എനക്കെന്നെ സംഭവിച്ചു പോവുക. നിങ്ങൾ ഈ മോശം ചിന്താധാരണ തെറ്റ്. പണ്ടത്തെ കാലമല്ല. പണ്ട് 3 മാസം പ്രസവിച്ചെടുക്കുന്ന പെണ്ണിനെ പ്രസവിച്ച് കുഞ്ഞ് 3 മാസം കഴിഞ്ഞാലേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ കുഞ്ഞിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നും നടക്കൂല. സ്വന്തം കുഞ്ഞിനെ സ്വന്തം അച്ഛൻ എപ്പോൾ കാണണം, കണ്ടിരിക്കണം. ആ കുഞ്ഞിക്ക് അച്ഛൻ്റെ സാമീപ്യം കിട്ടണം. അതങ്ങനെയാണ്. സ്വന്തം കുഞ്ഞിനല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടില്ല അവർ നമ്മളെ പോയിട്ട് നോക്കിനി ആക്കിനി. ആ കുഞ്ഞുണ്ടാവുമ്പോൾ എത്ര മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും. ആ കുഞ്ഞിൻ്റെ അച്ഛനും ഉണ്ടാവില്ലേ? ആ വിഷമം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരോടായിട്ട് ഞാൻ പറയുന്നത് എല്ലാ കുടുംബത്തിലും സംഭവിക്കുന്നതാണ്. അവർക്ക് എല്ലാവർക്കും കൂടി ഞാനിപ്പോൾ പറയുന്നത്. അവരവരെ മക്കളെ കാണാൻ ഏതൊരു അച്ഛനും ആഗ്രഹം ഉണ്ടാവും. ഭാര്യനെ കാണാനും ഉണ്ടാവും. അത് വേറെ പ്രദേശത്തിലൊന്നല്ല പോകുന്നത്. നിങ്ങൾക്കെല്ലാം ആ ഒരു തെറ്റിദ്ധാരണയാണ്. പെറ്റി കിടക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ഓളെ ഭർത്താവ് വന്നാൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടിയേ വരുന്നതിൻ്റെ തെറ്റിദ്ധാരണ. ഒന്നല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് അവർ നോക്കുന്നത് അവരെന്നല്ലേ. ആ കുഞ്ഞ് ആ 9 മാസം 10 മാസം വരെ ആ പെണ്ണിനെ ഗർഭിണിനെ എത്ര വൃത്തി നോക്കുന്നുണ്ടാവില്ല. എന്നെ എത്ര വൃത്തി നോക്കി സംരക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ സംരക്ഷിക്കുന്നില്ല. എന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ കാണാൻ വരാൻ ഒരു അവകാശമില്ല. അതാണ് നിങ്ങളെല്ലാം തെറ്റിദ്ധാരണ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറ്റം കണക്ക് പറഞ്ഞിനി ഞാൻ ആ പണിയെടുക്കുന്നവർക്ക് നിന്നെ നോക്കാൻ വന്നിട്ട് നീ എന്നെ തീട്ട പറയുന്നത് കലമ്പെന്നെല്ലാം പറയുന്ന അമ്മ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അമ്മ. മോശമാണ്. എനിക്കിപ്പോൾ എനിക്ക് മക്കൾ വലുതായി അവർക്ക് ഞാനും ചെയ്ത് കൊടുക്കേണ്ട കടമ ഉണ്ടാവില്ലേ? അവരെ നോക്കിയപ്പോൾ ഞാൻ കണക്ക് പറയാൻ പാടില്ല. അമ്മ ഇപ്പോൾ കണക്കല്ലേ പറഞ്ഞു എന്നോട്? അധികം കണക്ക് പറയാൻ പാടില്ല അമ്മേ. സ്വന്തം മക്കളെ നോക്കേണ്ട ഒരു അമ്മേൻ്റെ അച്ഛൻ്റെ കടമ തന്നെയാണ്. അതിന് കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം അമ്മ എന്തെല്ലാം എന്നോട് പറഞ്ഞത്? ഞാൻ നിന്നെ നോക്കാൻ വന്നു എന്നിട്ട് നീ എന്നെ അത് പറഞ്ഞു. ഞാൻ പണിയെടുത്ത് നിൽക്കുന്ന നിന്നെ കഷ്ടപ്പെട്ട് നോക്കാൻ വന്നിട്ട് നീ എന്തെല്ലാം എന്നോട് പറഞ്ഞത്? ഞാൻ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് ഈ ഒരു ചോദ്യമേ ചോദിച്ചു. അതിലേക്ക് അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്നും പറഞ്ഞില്ല. നമ്മ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അത് വലിയ അഹങ്കാരത്തിൻ്റെ വണ്ണായി. മക്കളെ നോക്കുന്നതിന് ഒരു കണക്കൊന്നും പറയാൻ പാടില്ലമ്മേ. ഞാൻ നാളെ എൻ്റെ മക്കളെ വളർത്തും. ഞാൻ അവരെ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞ അവരോട് അവരെന്തെങ്കിലും അഥവാ ചോദിച്ചാൽ ഞാൻ അവരോട് ഞാൻ നോക്കിയതിൻ്റെ കടമ അല്ലെങ്കിൽ കണക്ക് പറഞ്ഞാലേ അവരെന്നെ എത്രത്തോളം അവർക്ക് എന്നോട് സ്നേഹം വില ഉണ്ടാവും. അമ്മ ഇപ്പോൾ അതാ ചെയ്തത്. എനിക്കിതൊന്നും പറയാനില്ല അവരോട്. ഈ ഒരു ചിന്താഗതി, ഈ തെറ്റായ ചിന്താഗതിയെല്ലാം മനസ്സിൽ മാറ്റണം. വെറ്റി കിടക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ഭർത്താവ് വന്നു വിചാരിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അതെല്ലാം പണ്ടത്തെ ആ ഒരു മോശം ചിന്താധാരണയാണ്. അപ്പം നീ ഇപ്പം എന്തെല്ലാം എന്നോട് പറയുന്നേ? ഞാനിപ്പോൾ എന്താന്ന് ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ അപ്പുറത്തും ആൾ പറയണ്ട എപ്പോൾ ഈ പെറ്റെടുക്കുന്ന പെണ്ണിനടുത്തേക്ക് മോളെ ഭർത്താവ് വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കാണാൻ പറഞ്ഞ് വന്നിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഇല്ലു. നീ ഇനിയിപ്പോൾ എന്നെ പറയാനൊന്നും ബാക്കിയുണ്ടാ? ഒന്നും ബാക്കിയില്ലല്ല. അതങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടിട്ട് എല്ലാം പണിയെടുക്കുന്നത് ആക്കിയിട്ട് നമുക്കൊന്നും കഴിക്കൊന്നുമില്ല. നമ്മ എല്ലാം കഷ്ടപ്പെട്ടിട്ട് നിനക്ക് അതും ആക്കി തരുന്നത്. ഇത് നീ ഇപ്പം എന്തെല്ലാം പറഞ്ഞേ?
നിങ്ങളെല്ലാം വായി ഇങ്ങനെ വരുള്ളൂ. നമ്മ കഷ്ടപ്പെട്ടിട്ട് നോക്കുന്നത്, എന്നിട്ടോ വായിന്ന് വരുന്നത് എന്തിനാണ്? കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് വരാൻ പറ്റൂല. അങ്ങനെ ഇങ്ങനെ നിങ്ങൾ കിടന്നോ, ഒന്നിച്ചിട്ട് കിടന്നോ. ആര് കുറ്റം പറയുന്നേ? അപ്പുറത്തും ഇപ്പുറത്തും പറയുന്നത് കേട്ടോ, നമ്മളെ പറയൂ. കുഞ്ഞിനെ കാണാൻ അങ്ങനെ വന്നൂടാ, തെറ്റെടുക്കുന്നിടത്തേക്ക് അങ്ങനെ വന്നൂടാ. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കണം. എന്നാ നിങ്ങളുടെ പ്രശ്നം? കുറെ സമയം കേൾക്കുന്നത്, അപ്പുറത്തുനിന്നേ കേൾക്കുന്നുണ്ട് ഒച്ചപ്പാടും മകളും. ഞാൻ കുറെ സമയം കേൾക്കുന്നത്, ഇന്നാ പ്രശ്നം? എൻ്റെ നീതു ഓള് പറയുന്നത് കേൾക്ക്. ഓൻ കാണാൻ വന്നു, കുഞ്ഞിനെയും കാണാൻ വന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് പണിയുണ്ടോ, ഓളെ നോക്കുവാക്കും കറിയെല്ലാം വെക്കാനുണ്ട് പറഞ്ഞു. അപ്പോൾ ഓള് പറയുന്നത് എന്നോട്, അമ്മക്ക് എന്താ ഏട്ടൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടേ, കുഞ്ഞിനെ കാണാനല്ലേ വന്നത്, കുഞ്ഞിനെ കാണുന്നതിന് എന്താ അമ്മക്ക് ഇത്ര ദേഷ്യം, അങ്ങനെയെല്ലാം ചോദിക്കുന്നത് നീതു. ഞാൻ എന്നാ പറയണ്ടേ, ഈ പെട്ടിയെടുക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് എപ്പോൾ എല്ലാ ആഴ്ചയും അവളെ ഭർത്താവ് വരേണ്ട ആവശ്യമുണ്ടാ? ആള് പറയില്ലേ, ആൾക്കാരോട് ഞാൻ എന്താ ചോദ്യം ചോദിക്കുമ്പോൾ പറയണ്ടേ, ഒരമ്മ ഇങ്ങനെ കണ്ടെന്നിക്ക് ഓൻ എപ്പോൾ കാണാൻ പറ്റുന്ന മോശമല്ലേ നീതു? ഇത് ഓൾ എന്നോട് പറയുന്നത്. ഞാൻ ഇത് ഇവളെ ചീത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കുന്നവളാ? നമുക്ക് എന്തെല്ലാം പണിയുണ്ടാടാ, എന്നിട്ട് നമ്മ ഇവിടെ വരുന്നു, മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വിചാരിച്ചിട്ട് വരുന്നത്. ഇത് ഓൾ ഇങ്ങനെയല്ല എന്നോട് പറയുന്നത്. ഓരെപ്പോൾ അങ്ങനെ വന്നു വിടുവാ? അങ്ങനെ ദിവസം വരേണ്ട ആവശ്യമുണ്ടോ, ആഴ്ചക്ക് വരേണ്ട ആവശ്യമുണ്ടാ? ഒരു മാസത്തിൽ ഒന്നങ്ങാറ്റും വന്നാൽ പോരെ? കേൾക്ക്, ഇത് കേട്ട് എന്തെല്ലോ പറയുന്നു. അപ്പോൾ അതാ പ്രശ്നമല്ലേ? ഞാൻ കേട്ടിന്, എനിക്ക് കുറച്ചെല്ലാം മനസ്സിലായിനി. എൻ്റെ ചേച്ചി, ഞാൻ ഓളെ സൈഡ് പറയുന്നതല്ല. എപ്പെങ്കിലും എന്നാലും പ്രശ്നമൊന്നുമില്ല, ആഴ്ചക്ക് വന്നാലും ഒരു പ്രശ്നമില്ല. അവരവരെ കുഞ്ഞിനെ കാണാനല്ലേ പോകുമ്പോൾ വരുന്നേ. നിങ്ങൾ അപ്പുറത്തുപ്പുറത്തുള്ളൊന്നും പറയേണ്ട ആവശ്യമില്ല. പണ്ടത്തെ കാലമല്ല ഇത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അവരവരെ കുഞ്ഞുങ്ങളെ കാണാനുള്ള അവകാശം അവരെ അച്ഛമ്മനുണ്ട്. അതിനെന്താ തെറ്റില്ലത്? സ്വന്തം അച്ഛൻ്റെ സാമീപ്യവും സ്നേഹമൊക്കെ ഇപ്പൊ കുഞ്ഞിക്ക് കിട്ടണം. അല്ലാതെ 2-3 മാസം കഴിഞ്ഞിട്ടല്ല ആ കുഞ്ഞിനെ കാണണ്ട് അവരുടെ അച്ഛൻ. എപ്പോൾ കാണാനുള്ള ഒരു അവകാശമുണ്ട്. പിന്നെ അവര് മറ്റുള്ള ഉദ്ദേശത്തിലൊന്നും അല്ലല്ലോ വരുന്നത്. നിങ്ങൾ ആ ഒരു കണ്ണിൽ കാണുന്നോണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നോളോട്. ഓൾ അങ്ങനൊന്നും പറയില്ലല്ലോ. അപ്പൊ ഓൾ അങ്ങനെ ഒരാ ചോദ്യം, അമ്മകൾ ഈ അയലോക്കത്ത് കാണുന്ന ഓൾ അങ്ങനെ ആരോടും ഒരു മോശമായിട്ട് സംസാരിക്കലൊന്നുമില്ല. ഒരു പേടിച്ച് നിൽക്കുന്ന ടൈപ്പാണോള്. ഓൾ ഇങ്ങനെ ചീത്ത പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും തെറ്റൊന്നുമല്ല ചേച്ചി, എങ്ങനെ അത് കാര്യമാക്കണ്ട. ഓള് വന്നോട്ടില്ലേ, അവർക്കൊരു സന്തോഷം തന്നെയല്ലേ. ഓളെ എങ്ങനെ നോക്കിയെന്നറിയാം. ഗർഭിണിയുടെ സമയത്ത് ഓളെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റില്ല. എല്ലാ പണി എടുത്ത് കൊടുക്കുന്നുണ്ടായിനി. കുഞ്ഞിനെ നോക്കി എല്ലാം നോക്കി, മൂത്ത കുഞ്ഞിനി 2-3 കുഞ്ഞുങ്ങളില്ലേ, 2-3 കുഞ്ഞുങ്ങളെല്ലാം വൃത്തി നോക്കി ഓളെ വെള്ളം എടുത്ത് കൊടുത്ത് തല വൃത്തി സംരക്ഷിച്ചിനി. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടാ? പിന്നെ പിന്നെ ഓളെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഗർഭിണിയിലെ പെണ്ണിനെ സംരക്ഷിച്ചാൽ മതിയാ ഓളെ ഭർത്താവ്? സ്വന്തം പ്രസവിച്ചാലേ സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള അവകാശമില്ലേ? അതാ എനിക്ക്. അതിനൊന്നും തെറ്റൊന്നുമില്ല. നിങ്ങൾ അതിന് ഇന്നത്തെ കുറ്റമായിട്ട് കാണണ്ട ചേച്ചി. നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളോട് രണ്ടാളോടായിട്ട് എനിക്ക് പറയാനില്ല. അതാണ് നീ അതിൻ്റെ പേരിൽ കലമ്പൊന്നും വേണ്ട കേട്ടാ. ഞാൻ കേട്ടിനി പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിനി. നിങ്ങളെ ഇപ്പം അങ്ങനെ ഒളിഞ്ഞൊന്ന് കേൾക്കുന്ന മോശം തന്നെയാണ് എനിക്കറിയാം. എന്നാൽ ഈ ഒരു വർത്തനായതുകൊണ്ട് ഞാൻ ഒളിഞ്ഞൊന്ന് കേട്ടതാണ്. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അവരവരെ കുഞ്ഞുങ്ങളെ കാണാനുള്ള അവകാശം അവരെ അച്ഛനുണ്ട്. ഓൾ ഈടെ ആരോടും അങ്ങനെ മോശമായിട്ട് ഒച്ചയായിട്ട് സംസാരിക്കുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓക്ക് സൈഡ് നിന്നത്. ഈ ഒരു കാര്യം ആയതുകൊണ്ട് ചിലർക്കെല്ലാം ആ പ്രശ്നമുണ്ട്. ഒരു പഴമ ചിന്താഗതി. അത് പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനും അമ്മേനും കാണാൻ വന്നൂടെ അവരെ ഭർത്താവിനെയും. അത് തെറ്റായ ധാരണയാണ്. നിങ്ങൾ ആ ചിന്താഗതിയിലൂടെ കാണണ്ട കേട്ടാ. ഇനി സ്വന്തം മക്കളെ പോറ്റുന്നത് നോക്കുന്നതിന് കണക്കും പറയേണ്ട ആവശ്യമില്ല. അവരെ സ്വന്തം അമ്മമാർ നോക്കണം എന്ന് വെച്ചാൽ ഓൾ അങ്ങനെ നിങ്ങളെ കലമ്പിറ്റാന്ന് എനിക്ക് എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. എനിക്ക് ഇത്രയും രണ്ടാളോട് പറയാമല്ലോ. അശ്വതി, അമ്മേനെ ഇനി കളമ്പണ്ട, ഒച്ചയെടുത്തിട്ട് പറയും വേണ്ട. നിങ്ങൾ ഇനി വിടണം. നിങ്ങൾ രണ്ടാളും നല്ലതായിട്ട് നിൽക്ക്. ഇങ്ങനെ പ്രശ്നമാക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടേണ്ടത്? നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാല് ഓളാടെ നിൽക്കട്ടെ, അങ്ങനെ ചിന്തിക്കുക. എന്നാല് കണക്ക് പറയാനാക്കാനാണെങ്കിൽ പിന്നെ വന്ന് സംരക്ഷിക്കും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ അവരവരെ നാട്ടിൽ നിൽക്കുക. ഇത്രയും എനിക്ക് പറയാനില്ല. ഞാൻ പോകുന്നത്.